ഫേസ് ഗ്ലോ ചെയ്യാനുള്ള ഒരു ഓയിൽ, അതാണ് റോസ് ഹെർബൽസിലെ ഫേസ് ഗ്ലോ ഓയിൽ കേട്ടോ. അതായത് ഫേസിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണിത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതിൽ ചേർത്തുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണണ്ടേ. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മൾ എന്ത് ഓയിൽ തേച്ചാലും എന്ത് ക്രീം തേച്ചാലും നമുക്ക് നാച്ചുറലായിട്ടൊരു കളറുണ്ട്. ആ കളറ് നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വെളുക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഒരു ക്രീം തേച്ചാൽ നമ്മൾ വെളുക്കില്ല. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവും, അതുപോലെ തന്നെ ഒന്ന് ലൈറ്റൻ ആവും. അപ്പോൾ നമുക്ക് ആ മുഖം ആ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അതാണ് ഉണ്ടാവുന്നത് കേട്ടോ. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ, അതും ആട്ടിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ തേങ്ങാപ്പാലും ആട്ടിൻപാലും കൂടി ചേർത്ത് അതിൽ സാഫ്രൻ, അതായത് കുങ്കുമപ്പൂ, അത് മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ടൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അതിലോട്ട് ഒരുപാട് തരം ഫ്ലവേഴ്സ് ചേർക്കുന്നുണ്ട്. ബീട്രൂട്ട് പേസ്റ്റ് ആക്കിയത്, ക്യാരറ്റ് പേസ്റ്റ് ആക്കിയത്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി പേസ്റ്റ് ആക്കിയത്, അങ്ങനെ നമ്മൾ ഫേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അതും അതിൻ്റേതായ അളവിലാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ വെറുതെ ഒരു എണ്ണ കാച്ചുള്ളത്, അതിൻ്റേതായ അളവിൽ ഇത് അറിഞ്ഞുകൊണ്ട് ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസൾട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് തന്നെ നിങ്ങളത് എന്തായാലും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു തവണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് ഗ്ലോ ഓയിൽ എല്ലാ തരം സ്കിന്നിനും ഓക്കെയാണ്. പക്ഷേ എന്നാലും ചിലരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പോർഷന് മാത്രം ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് 15 ml ചെറിയ ബോട്ടിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമില്ല, ഒരുപാട് പേര് ചിലപ്പം വലിയ ബോട്ടിലൊക്കെ കൊടുത്താൽ ഒരുപാട് വാരി മുഖത്ത് തേക്കും. ഓയിലൊക്കെ അതിൻ്റേതായ ലിമിറ്റിൽ വേണം തേക്കാൻ, ഏത് ഓയിലാണെങ്കിലും. അപ്പോൾ ഒരു 4 to 5 ഡ്രോപ്സ് മാത്രം നമ്മൾ തേച്ചിട്ട് ഇതുപോലൊരു 2 ചീക്സിലും താടിയിലും നെറ്റിയിലും അങ്ങനെ മൂക്കിലൊന്ന് ജസ്റ്റ് ഓരോ ഡ്രോപ്സ് ഒട്ടിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് തേക്കുന്നതിന് മുമ്പും ശേഷവും ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. പിന്നെ ഏറ്റവും ബെസ്റ്റ് വൈകുന്നേരങ്ങളിൽ തേക്കുന്നതാണ്. ഇത് തേച്ചിട്ട് വെയിൽ കൊള്ളണ്ട. അതുപോലെ തന്നെ ഒരു 20 മിനിറ്റ്സ് തേച്ചോളൂ. കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ 30 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് തേച്ചിട്ട് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക. പിന്നെ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കഴുകി കളയാം കേട്ടോ. ഈ ഒരു ഫേസ് ഗ്ലോ ഓയിൽ വേണ്ടവർക്ക് ഇവിടെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.